ഇസ്രായേലിനെ തകർക്കാൻ അറബ് രാജ്യങ്ങളുടെ സഹായം ആവശ്യപ്പെടുകയാണ് ഇറാൻ. നിലവിൽ സൗദി കിരീടാവകാശിയെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനുള്ള പദ്ധതിയിലാണ് ഇറാൻ. എന്നാൽ ജൂതരാഷ്ട്രത്തെ പേടിച്ച് അറബ് രാജ്യങ്ങൾ അതിന് തയ്യാറാകില്ല. എന്നാൽ സൗദിയെ വിടാൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും തയ്യാറല്ല. ചർച്ചകളിലൂടെ അനുനയത്തിന് ശ്രമിച്ചിട്ട് ഫലം കാണാത്തതിനാൽ ഭീഷണിയാണ് ഇറാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിനായി ഹൂതികളെ കളത്തിലേക്ക് ഇറക്കിയിരിക്കുകയാണ് ടെഹ്റാൻ. സൗദിയുടെ അരാംകോ എണ്ണ കമ്പനി കത്തിക്കുമെന്ന് ഹൂതികൾ ഇതിനകം തന്നെ വെല്ലുവിളി മുഴക്കിയിട്ടുണ്ട്. ഹൂതികളെ മുൻനിർത്തി പുറകിൽ നിന്ന് കരുക്കൾ നീക്കുന്നത് ഇറാനാണ്. സൗദി സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ദേശീയ എണ്ണ കമ്പനിയാണ് അരാംകോ. ഏറ്റവും കൂടുതൽ അസംസ്കൃത എണ്ണ ശേഖരവും ഉൽപാദനവുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയാണിത്. ഇതിനു മുൻപും ഇറാനും സൗദിയും നേർക്കുനേർ നിന്നപ്പോഴൊക്കെയും ഹൂതികളെ ഇറക്കി അരാംകോയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇറാൻ. മാത്രമല്ല, സൗദി യമൻ പോരിലും ഹൂതികൾ എപ്പോഴും ഉന്നം വയ്ക്കുന്നത് ഇതേ എണ്ണ കമ്പനിയാണ്. ഇപ്പോഴത്തെ ഇസ്രായേലിനെ ഒതുക്കാൻ സൗദിയെ കൂട്ടുപിടിക്കാൻ ഇറാൻ ആയുധമാക്കുന്നതും അരാംകോയെ തന്നെ. സൗദി ഇസ്രായേലുമായി അടുത്താൽ കാത്തിരിക്കുന്നത് നാശമെന്ന് ഹൂതികൾ ഭീഷണി മുഴക്കുമ്പോൾ മറ്റൊരു വഴി കൂടി ഇറാൻ സ്നേഹപ്രകടനമാണ് നടത്തുന്നത്. അനുനയത്തിനായി ഇറാന്റെ പുതിയ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരങ്ചി സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ആലു സൗദുമായി ഫോണിൽ ചർച്ച നടത്തിയിരുന്നു. ഇസ്രായേലിനെതിരെ ഏത് സമയവും ഇറാൻ ആക്രമണം നടത്തുമെന്ന പ്രചാരണം നിലനിൽക്കവെയാണിത്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് സൗദി മന്ത്രിയുമായി നടന്ന ടെലിഫോൺ സംഭാഷണത്തിന്റെ വിവരങ്ങളുള്ളത്. അന്തർദേശീയ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. 3 ദിവസം മുമ്പാണ് സയ്യിദ് അബ്ബാസ് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായി ചുമതലയേറ്റത്. തൊട്ടു പിന്നാലെ സൗദി മന്ത്രിയെ വിളിച്ചതിലൂടെ GCC രാജ്യവുമായുള്ള ബന്ധത്തിന് ഇറാൻ നൽകുന്ന പ്രാധാന്യവും വ്യക്തമാകുന്നുണ്ട്. ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനാൽ ഗാസയിലേക്ക് അവശ്യ വസ്തുക്കൾ എത്തിക്കാനും മരുന്നുകളും ഭക്ഷണങ്ങളും വിതരണം ചെയ്യാനും സാധിക്കുന്നില്ലെന്ന് ഇറാൻ പറഞ്ഞു. ഇതിന് ഇസ്രായേൽ ആക്രമണം നിർത്തേണ്ടതുണ്ടെന്നും ഇറാൻ അഭിപ്രായപ്പെട്ടുവെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. സൗദിയും ഇറാനും തമ്മിൽ 7 വർഷത്തോളം നയതന്ത്ര ബന്ധം ഇല്ലായിരുന്നു. ചൈന നടത്തിയ ഇടപെടലാണ് ഇരു രാജ്യങ്ങൾക്കിടയിൽ രമ്യതയുണ്ടാക്കിയത്. തുടർന്ന് ഇരു രാജ്യങ്ങളും പരസ്പരം ബന്ധം പുനഃസ്ഥാപിക്കുകയും അംബാസഡർമാരെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. ശേഷം തുടർന്നു വരുന്ന ഐക്യ ചർച്ചകളുടെ ഭാഗം കൂടിയാണ് പുതിയ ഫോൺ വിളി. ഇസ്രായേലും അമേരിക്കയും ഒരു ഭാഗത്തും ഇറാനും സഖ്യകക്ഷികളും മറുഭാഗത്തും നിലയുറപ്പിച്ചാണ് പശ്ചിമേഷ്യയിലെ പോര്. ഈ വേളയിൽ സൗദി മന്ത്രിയെ ഇറാൻ വിളിച്ചത് അമേരിക്ക സംശയത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. ഷിയ പണ്ഡിതനെ തൂക്കിലേറ്റിയതാണ് സൗദി അറേബ്യക്കെതിരായ പ്രതിഷേധം ഇറാനിൽ ശക്തിപ്പെടാനുള്ള പ്രധാന കാരണം. ഇറാൻ തലസ്ഥാനത്തെ സൗദിയുടെ എംബസി സമരക്കാർ ആക്രമിച്ചു. ഇതോടെ നയതന്ത്ര ബന്ധം സൗദി അറേബ്യ അവസാനിപ്പിക്കുകയായിരുന്നു. 2017 നടന്ന ഈ സംഭവം പശ്ചിമേഷ്യയിൽ വിഭാഗീയത ശക്തിപ്പെടാൻ ഇടയാക്കിയിരുന്നു. ചൈന നടത്തിയ മധ്യസ്ഥ ശ്രമം വിജയം കണ്ടതോടെ ഇരു രാജ്യങ്ങളും ഐക്യപ്പെട്ടു. കൂടുതൽ മേഖലകളിലേക്ക് സഹകരണം ശക്തിപ്പെടുത്താൻ ഇറാനും സൗദി അറേബ്യയും തീരുമാനിച്ചിട്ടുണ്ട്. ഇറാനിൽ നിന്ന് ഇത്തവണ ഹജ്ജിന് തീർത്ഥാടകർ മക്കയിലെത്തിയതും സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ്. സൗദി രാജകുമാരനെ ഇറാനും ഇറാൻ പ്രസിഡന്റിനെ സൗദി അറേബ്യയും പരസ്പരം സന്ദർശനത്തിന് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. സൗദിയുമായുള്ള സഹകരണത്തിന് കൂടുതൽ താൽപര്യം കാണിച്ച ഇറാൻ പ്രസിഡന്റായിരുന്നു ഇബ്രാഹിം റൈസി. അയൽരാജ്യമായ അസർബൈജാനുമായുള്ള സഹകരണവും അദ്ദേഹം ലക്ഷ്യമിട്ടിരുന്നു. അസർബൈജാനിൽ അണക്കെട്ട് ഉദ്ഘാടനം കഴിഞ്ഞു വരവെയാണ് ഹെലികോപ്റ്റർ അപകടമുണ്ടായതും റൈസി കൊല്ലപ്പെട്ടതും. ഇതിന് പിന്നിൽ ഇസ്രായേലിന്റെ കരങ്ങളുണ്ട് എന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇറാൻ നിരന്തരം സൗദി ഭരണകൂടത്തിലുള്ളവരുമായി ഫോൺ സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇതിൽ സൗദിക്ക് ഭയവുമുണ്ട്. കാരണം ഇറാന്റെ പ്ലാൻ എന്താണെന്നുള്ളത് മുഹമ്മദ് ബിൻ സൽമാനെ ഭയപ്പെടുത്തുന്നുണ്ട്. ഹൂതികൾ ആക്രമണം നടത്തുമോ എന്നതും ആശങ്കയാണ്. എല്ലാ കാലത്തും സൗദിയെ ഭീതിയുടെ മുൾമുനയിൽ നിർത്താനും ഇറാനും ഹൂതികളും അരാംകോ നോട്ടമിടാറുണ്ട്. 2019 അരാംകോയിൽ വലിയ ആക്രമണം ഹൂതികൾ നടത്തിയത്. അരാംകോയുടെ 2 എണ്ണ ശുദ്ധീകരണശാലകളിൽ ഹൂതി വിമത ഡ്രോൺ ആക്രമണം നടത്തി. പിന്നിൽ ഇറാൻ എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ലോകത്തിന്റെ ഊർജ്ജ വിതരണം അസ്ഥിരമാക്കാനാണ് ഇറാൻ ആക്രമണം നടത്തിയത്. സംഭവത്തിന് പിന്നിൽ ഇറാനാണെന്ന് ഉപഗ്രഹ ചിത്രങ്ങളുടെ തെളിവുകൾ നിരത്തി അമേരിക്കയാണ് കയ്യോടെ പൊക്കിയത്. ഇറാൻ ഹൂതികളെ പിന്തുണയ്ക്കുന്നു, ആയുധവും സഹായവും നൽകുന്നു. ലെബനനിൽ ഹിസ്ബുള്ള എന്നതുപോലെ യമനിൽ ഹൂതികളെയും ഇറാൻ വളർത്തുന്നുവെന്ന് സൗദി പലയാവർത്തി പറഞ്ഞിട്ടുണ്ട്. ഹൂതികൾക്ക് നേരെയുള്ള സൗദിയുടെ പോരാട്ടം ഫലത്തിൽ ഇറാനു നേരെയാണ്. അമേരിക്കയടക്കം സൗദിയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും ഇങ്ങനെയാണ് അതിനെ കാണുന്നത്.
അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ആയുധങ്ങളുമായാണ് സൗദി പോരാടുന്നത്.